കണ്ടിരുന്നാൽ കണ്ണു നിറയും. ആ സന്തോഷം തോന്നുന്ന ഒരു ദൃശ്യമാണ് കേട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ. സ്നേഹം കൊണ്ട് കണ്ണീരണിയുന്ന ഒരു രംഗം. മുത്തപ്പൻ്റെ ചിത്രം വരച്ച ഒരു കുട്ടി ചിത്രകാരനും മുത്തപ്പൻ വെള്ളാട്ടവും തമ്മിലുള്ള വീഡിയോ രംഗം. അത് കണ്ട് തിരിച്ചു വരാം. അങ്ങനെ മറച്ചു വെച്ചാൽ ഞാനങ്ങനെ കാണാതെ പോവാ. അവനവനാവുമ്പോഴല്ലേ ഈ പ്രായത്തില് ഇത്രയെങ്കിലും ഇവന്റെ മനസ്സിൽ ഉള്ളിലുണ്ടല്ലോ. നിങ്ങൾക്കാവോ എങ്ങനെ വരയ്ക്കാൻ? നിത്യം എന്നെ കൊണ്ട് നടക്കുന്നവരല്ലേ. ഉള്ളിലുള്ളത് പകർത്താൻ എന്ത് വേണം? ദൈവികമായൊരു കഴിവ് വേണം. അത് ജന്മസിദ്ധമായിട്ടേ കിട്ടും അല്ലേ? പണം കൊടുത്ത കഴിവ് കിട്ടും. ഉള്ളിലുള്ളത് ഒരു പ്രതലത്തിലേക്ക് പകർത്തണമെങ്കിൽ ഉള്ളിൽ അത്രമാത്രം ഇവൻ എന്നെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് തന്നെ അല്ലേ? കൃത്യമായ അളവിൽ കൃത്യമായ സ്ഥാനത്ത് എന്തിനു നല്ലതല്ലേ ദൈവത്തിന്റെ ഇതല്ലേ വെച്ചത്. നല്ലത് കേൾക്കുമ്പോ കരയൂലേ? അല്ലേ? വലിയ സമ്മാനം കിട്ടിയാൽ ആദ്യം സങ്കടപ്പെടില്ലേ ചെയ്യല്? സ്നേഹമുണ്ട് അല്ലേ? അതുപോലെ ഇത്രയും മൂല്യമുള്ളതിന് പകരം തരാമെന്ന് എന്റെ കയ്യിൽ ഇല്ലാന്നാ ഞാൻ പറഞ്ഞു വരും കേട്ടോ. ഇത് ഞാൻ സൂക്ഷിക്കണ അല്ല നീ സൂക്ഷിക്കുന്ന? നീ എന്നെ സൂക്ഷിക്കട്ടെ കേട്ടാ. ഞാൻ സൂക്ഷിച്ചാൽ അത് പാഴായി കേട്ടാ. ഇതിലും ഭംഗിയിൽ ഇതിലും വലുപ്പത്തില് ഇനിയും ഇതുപോലെ പകർത്തണം മുത്തപ്പനെ കേട്ടാ. നീ എന്തിനു കരഞ്ഞത്? കരയല്ല കേട്ടാ. മുത്തപ്പനെ കണ്ട് സന്തോഷായ നീ മടക്കിയിട്ട് ഇത് വെച്ചത് മുത്തപ്പൻ രഹസ്യമായിട്ട് വെച്ചത് കണ്ടെത്തിയില്ലേ? ഇത് ചോദിച്ചിട്ടില്ലാതെ രണ്ടത് മുത്തപ്പനെ കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ. എന്ത് വരച്ചാലും മുത്തപ്പനെ കൊണ്ടുവന്ന് കാണിക്കണം. ഇനി എന്തെന്ന് വേണ്ട? ഇതുപോലെ വരക്കാൻ നിറവുണ്ടോ കയ്യിലിനി? ഇതുപോലെ വരക്കാൻ നിറവുണ്ടോ? നാളെ വരക്കാനുള്ളത് വാങ്ങി വെക്കണം കേട്ടാ. വാങ്ങുക അല്ല മധുരം വാങ്ങുക. മധുരം വാങ്ങാനും സാധിക്കും കേട്ടോ. എന്റെ കുഞ്ഞിന്റെ മനസ്സ് നിറഞ്ഞാൽ മതി. ഇത് നീ എന്നെ സൂക്ഷിച്ചു സൂക്ഷിച്ചു വെക്കണേ. മനസ്സിൽ അത്രമാത്രം മുത്തപ്പനോട് ഒരു ബന്ധമുള്ള മക്കളല്ലേ? പൊടിക്കലല്ലേ? ഒരു കാലത്ത് കരയാനാക്കൂല മുത്തപ്പൻ. സന്തോഷത്തിന്റെ 10 മടങ്ങ് ഭാഗ്യല്ല മുത്തപ്പൻ കേട്ടോ. ഈ പണം കൊണ്ട് നാളെ വരക്കാനുള്ളത് വാങ്ങി വെക്കണം കേട്ടാ. എന്നിട്ട് ഇനി കാണുമ്പോ ഇതിലും വലിപ്പത്തിൽ കൊണ്ടു തരണം. ആയുസ് പൊന്നെ പോലെ ദൈവം